Once again, welcome back to my YouTube channel. This is Amy's Best Life and you're watching Amy. സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്ലീനിങ് വീഡിയോ ആണ്. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്ന ഒരു ക്ലീനിങ് വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് അത് തന്നെ ആവാം. എന്തായാലും സ്കൂളുകാർക്ക് ഒരുപാട് വീഡിയോകൾ ഇടണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു ക്ലീനിങ് ഉണ്ട്. തുണികളും ഒക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കണം. സോ നമുക്ക് ഒട്ടും താമസിപ്പിക്കാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ പുറത്തിടുന്ന ഡ്രസ്സിൽ നിന്നാണ് കേട്ടോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തുണിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആകെ അലങ്കോലമായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് ഫസ്റ്റ് വിചാരിച്ചു. അങ്ങനെ ഇതാണ്ട് ഞാനതെല്ലാം മടക്കി ഇവിടെ സെറ്റാക്കി. ഇനി ഞാനതെല്ലാം എടുത്തിട്ട് തിരിച്ച് അലമാരയുടെ ഉള്ളിലേക്ക് വെക്കുകയാണ്. വളരെ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലീനിങ് വീഡിയോയേ അല്ല. അപ്പോൾ ഗൈസ്, ഞാൻ തന്നെ എൻ്റെ തുണികളെല്ലാം നല്ല അടുക്കി ഒതുക്കി വൃത്തിയാക്കി മടക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഞാനിങ്ങനെ വെക്കുമെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് അലമ്പാവും. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പിന്നെ ഇതാണ് ഞങ്ങളുടെ യൂണിഫോം. ഈ മേളത്തെ തട്ടി എൻ്റെ യൂണിഫോം വെച്ചിട്ട് താഴത്തെ തട്ടി കൊച്ചുമ്മോടെ വെക്കാമെന്നായിരുന്നു പ്ലാന്. അപ്പം ഞാൻ യൂണിഫോംസ് എല്ലാം തന്നെ പുറത്തേക്ക് എടുത്തിട്ട് കട്ടിൽ മീതെ ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്ത് മടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കോട്ടും പാൻറ്റും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ പുറത്തോട്ടെടുത്ത് നല്ല വൃത്തിക്ക് മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ കോട്ടിന് ഉള്ളിൽ ഒരുപാട് കുത്തുമരയുണ്ട്. ഇതെൻ്റെ അനിയത്തി തന്നെ വരച്ചതാണ്. അതുപോലെ അവളുടെ പാവാടയിൽ നിറച്ച് കുത്തുമരയുണ്ട്. അത് അവളുടെ ക്ലാസ്സിൽ ചെന്നിട്ട് അവർ കൂട്ടുകാരെല്ലാവരും കൂടി കളിക്കുമ്പോൾ നിറച്ച് അതിനകത്ത് വരയാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ പുറത്തേക്കൊക്കെ എടുത്ത് നന്നായിട്ട് മടക്കി വെച്ചു. പിന്നെ അപ്പോൾ പറഞ്ഞു ഇത് ഡ്രൈ ക്ലീൻ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ മഷിയുടെ ഇതൊക്കെ മാറുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അന്ന് പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വേറൊരു കവറിലേക്ക് ആക്കി. പക്ഷേ അന്ന് ഞാൻ പോയപ്പം നടന്നില്ല. ഞങ്ങൾക്ക് കയറാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ ദിവസമായിരുന്നു കേട്ടോ ഞാൻ സ്കൂൾ ഷോപ്പിങ്ങിന് പോയത്. അതാണ്. അപ്പോൾ ഞാൻ നല്ല സ്പീഡിനായിരുന്നു എല്ലാം ചെയ്തത്. അപ്പോൾ ഞാൻ ഇതുമാതിരി അതിനകത്തുള്ള തുണികളെല്ലാം പുറത്തേക്ക് എടുത്തു കേട്ടോ. അപ്പം ഇതുമാതിരി നിങ്ങൾക്ക് ക്ലീനിങ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ കാര്യം ഇനിയും ക്ലീനിങ് ഉണ്ടോയെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറുതായിട്ട് നമുക്ക് ഓരോരോ പ്രിപ്പറേഷൻ വീഡിയോസ് അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം ഞാൻ അങ്ങനെ എല്ലാ ഡ്രസ്സും തന്നെ ഡ്രൈ ക്ലീൻ ഞാൻ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇനി ഞാൻ എല്ലാ തുണികളും പുറത്തേക്ക് എടുത്തെന്ന് പറഞ്ഞില്ലേ, അതെല്ലാം എടുത്ത് ഞാൻ ഒന്ന് മടക്കി വയ്ക്കുകയാണ്. ഇതാ ഞാൻ വൈറ്റ് തുണി അങ്ങനെ എല്ലാം തന്നെ മടക്കുന്നുണ്ട്. അപ്പോൾ ഇതുമാതിരി തുണികളെല്ലാം മടക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് പുറത്തോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഒരു വാച്ച് ശരിയാക്കാൻ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്തു. അത് ശരിയായിരുന്നു. എനിക്ക് വാച്ച് ശരിയാക്കാൻ പറ്റി അന്ന്. പക്ഷേ ഡ്രസ്സ് കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം ആവട്ടെ പപ്പ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി കവറിലേക്ക് എടുത്തു. ഇതാണ് വാച്ചിനെ പെട്ടി കേട്ടോ. ഞാൻ ഇതെല്ലാം കൂടി കവറിലേക്ക് അയക്കാണ്. ഞാൻ തുണികളെല്ലാം മടക്കി അപ്പോഴത്തേക്കും ഡ്രോപ്പിൽ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ആ ക്ലിപ്പ് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. അത് കുഴപ്പമില്ല, ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ കാണുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്യാനുള്ള ചെറിയ ഐഡിയ കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ വാച്ചിൻ്റെ പെട്ടിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പുറത്തേക്ക് പോകുന്നെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഈ ഒരു ബാഗായിരുന്നു ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്തത്. ക്ലീനിങ് ഇവിടെ കംപ്ലീറ്റ് ആയി. ഫുൾ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും